ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ ബാങ്ക് ബാലൻസ് 0 ആയിരിക്കണം. അതാണ് എന്റെ എയിം. ഒരു രൂപ പോലും ഞാൻ വേറെ ആരും അവർക്ക് ഇഷ്ടമുള്ള പോലെ സ്പെൻഡ് ചെയ്യാനിട്ടിട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ്. Whoever it is, even if it is my child, after a point I'm not going to support in anything. It is his life and he has to earn for it. ഇത് കേൾക്കുമ്പോൾ പലർക്കും വലിയ പുരോഗമനമായിട്ടൊക്കെ തോന്നും. യഥാർത്ഥത്തിൽ ഒരു കുട്ടി ലോകത്തേക്ക് പിറന്നു വീഴുന്നത് അവരുടെ മാതാപിതാക്കളുടെ തീരുമാനപ്രകാരമാണ്. അപ്പൊ ആ കുട്ടിയെ ഇത്ര പ്രായം വരെ നോക്കൂ, അവസാനം ഒന്നും കൊടുക്കില്ല, എൻ്റെ ബാങ്ക് ബാലൻസ് 0 ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നതിനാണ് തെണ്ടിത്തരം എന്ന് പറയാ. ഇങ്ങനത്തെ തീരുമാനമുള്ളവർ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് കുട്ടികളെ ജനിപ്പിക്കുന്നത്? നിങ്ങൾ ഇപ്പോൾ ഈ കണ്ട വീഡിയോനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് നൈല ഉഷ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത് വളരെ കൃത്യമായിട്ടൊരു കാര്യമാണ്. ഇതൊരു പുരോഗമന ചിന്താഗതിയൊന്നുമല്ല. അവരുടെ കുട്ടിയെ ഏത് സാഹചര്യത്തിലും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പുള്ളവനാക്കുക എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടിയായിരിക്കും അവരത് പറഞ്ഞിട്ടുണ്ടാവുക. അല്ലാണ്ട് അവരത് എന്താ പറയുക ഭയങ്കര സെൽഫിഷ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പൈസ മറ്റുള്ളവർ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടോ അല്ല. അത് ഏതൊരു കുറച്ച് ലോജിക്കോട് കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ ഏത് പൊട്ടനും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ അവരുടെ അഭിപ്രായം പറഞ്ഞു. അതിന് തെണ്ടിത്തരം എന്നൊക്കെ വിളിക്കുന്നത് നിങ്ങളല്ലേ ശരിക്കും തെണ്ടിത്തരം കാണിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവരൊരു പെർട്ടിക്കുലർ പോയിന്റിന് ശേഷം എന്നാണ് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ആരെയായാലും ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഹർ ചൈൽഡ്, ആഫ്റ്റർ പോയിന്റ് ഓഫ് ടൈം അവരുടെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നൈല ഉഷയുടെ എന്താ പറയുക സമ്പാദ്യം യൂസ് ചെയ്തിട്ട് ആവരുത് ആ കുട്ടികൾ ജീവിക്കാനുള്ള ആ ഒരു തീരുമാനം വളരെ നല്ലൊരു തീരുമാനമാണ്. കാരണം നാളെ പറ്റുന്ന ആർക്ക് എന്ത് സംഭവിച്ചാലും നമ്മുടെ സ്വന്തം ജീവിതം നമ്മൾ തന്നെ പടുത്തുയർത്തുകയാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിരിക്കും എല്ലാ കാര്യത്തിലും. അത്രേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ പുരോഗമന ചിന്താവാദം ഒന്നും അല്ല അത്.